ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം സംഭവിച്ച് 1 മാസം പിന്നിടുമ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. പ്രാഥമികമായി ശേഖരിക്കേണ്ട തെളിവുകളോ മൊഴികളോ ഒന്നും തന്നെ SIA ശേഖരിച്ചിട്ടുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. മാത്രമല്ല, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഇതിനോടകം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ സാഹചര്യത്തിൽ ഏവരും ചർച്ച ചെയ്യുന്നതും ലക്ഷ്യമിടുന്നതും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയുമായ PP ദിവ്യയാണ്. എന്നാൽ PP ദിവ്യ നിയമത്തിന്റെ മുന്നിൽ സുരക്ഷിതയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരി ദിവ്യയാണ് എന്നത് വെറും കിംവദന്തി മാത്രമാണ്. ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാനുള്ള ഒരു തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടില്ല. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലെ PP ദിവ്യയുടെ പരാമർശം ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം പോന്നതുമല്ല, മറിച്ച് നവീൻ ബാബു കൊല്ലപ്പെട്ടതാണെന്ന നിഗമനത്തിൽ CBI എത്തുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ ഒരുപക്ഷെ അവശേഷിക്കുന്നുമില്ലായിരിക്കാം. ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് മുതൽ ഈ നിമിഷം വരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകൾ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. കൂടാതെ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയിൽ അട്ടിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാക്കാതെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ പൊതിഞ്ഞു പിടിച്ചതാരാണെന്ന് കുടുംബം തിരിച്ചറിയണം. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന് ആവർത്തിച്ച് പറയുകയും PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ചങ്കുപൊട്ടിക്കരയുമായിരുന്നു എന്ന് പറഞ്ഞവരും, ജാമ്യം ലഭിച്ച് പുറത്തുവന്ന PP ദിവ്യയെ വീരപരിവേഷം നൽകി സ്വീകരിച്ച് ആനയിക്കാൻ സന്നദ്ധരായി നിന്നവരും ചേർന്ന് അന്വേഷണത്തെ അട്ടിമറിച്ചെന്ന് മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾക്കായുള്ള അപേക്ഷ കഴിയുന്നത്ര വൈകിപ്പിക്കാനുമായി. എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം യഥാർത്ഥ കുറ്റവാളികൾ സേഫ് ആകുമെന്ന നല്ല ബോധ്യം അവർക്കെല്ലാം ഉണ്ട്. CBI എന്ന് വരുമെന്നും വന്നാൽ തന്നെ അവർക്ക് ഇരുട്ടിൽ തപ്പേണ്ടി വരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണുക തന്നെ.